അല്ല പിന്നെ അത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങൾ മുമ്പിൽ വിജയിച്ചിട്ടുണ്ട്. ഇല്ലത്തിന്റെ സ്ഥിതി ഇപ്പൊ കാണില്ലേ? നമ്മുടെ മാനങ്കര മണ്ഡലത്തിലെ ഇപ്രാവശ്യം 7000 വോട്ടാ പാർട്ടിക്ക് കൂടുതൽ. അതിന്റെ പിന്നിൽ എന്റെ ശക്തമായ കൈകളാണ് പ്രവർത്തിച്ചതെന്ന് മൂപ്പരുടെ ചെവിയിൽ ആരോചൊന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ, ഞാൻ പറയട്ടെ, പ്രാക്കുളം ഈ പറയുന്ന പ്രാക്കുളത്തെ ലോക്കൽ കമ്മിറ്റി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സംഭവം നടത്തിയ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത് അല്ലേ? ഇനി നമ്മൾ കൂടേണ്ടതാണ്. അതുകൊണ്ട് അധികം ചിരിയൊന്നും പാടില്ല. കടുത്ത നടപടി സ്വീകരിക്കുന്നത്. ലോക്കൽ സമ്മേളനങ്ങൾക്ക് 6 എണ്ണത്തിൽ അടിയാണ് നടന്നത്. അവിടെ 6 അടിയാണ് നടന്നത്. ഞാൻ നേരത്തെ കരുനാഗപ്പള്ളിയിലെ ബാറിന്റെ വിഷയം നിങ്ങൾക്കത് അറിയില്ലേ? കൊല്ലം ടൗണിനകത്തെ ബാറിന്റെ വിഷയം നിങ്ങൾക്കറിയില്ലേ? അപ്പൊ കേരളത്തിലെ LDFും BJPയും തമ്മിലല്ല ഡീലുണ്ടായിരുന്നു. ഡീല് വളരെ വ്യക്തമാണ്. ഡീൽ ഇവിടെ കാണാം, വളരെ പ്രകടമായി കാണാം, പല സ്ഥലത്തും പരിശോധിക്കാം. പക്ഷെ പത്താഴത്തെ സംബന്ധിച്ച് ഞാനൊരു സാമ്പിൾ എന്ന നിലയിൽ ചില വാർഡുകൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. നീ കുറെ കൂടുന്നുണ്ട്. പാർട്ടിയിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. വൈകുന്നേരം ടൗണിലേക്ക് വാ. കൃതജ്ഞതാ സമ്മേളനത്തിന് ഞാൻ നടത്താൻ പോണ ആര്യങ്കാവ് തെന്മല ഭാഗത്ത് വരാവുന്ന സ്പിരിറ്റ് ലോബിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ പാർട്ടിയെ കുറിച്ച് ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അർത്ഥം. ഒരു മണ്ണാങ്കട്ട നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴോ ആ വല്ലാതെ കുറഞ്ഞതിന്റെ ഭാഗമാണ് ഇവിടെ എങ്ങനെ പോയാലും 15,000 വോട്ട്, 13 മുതൽ 15,000 വോട്ട് വരെ ഒരു അസംബ്ലി ഇലക്ഷനിൽ BJP NDA സ്ഥാനാർത്ഥി പിടിക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം തോട്ടത്തിൽ 4 തൈ വിരിഞ്ഞു വെക്കാനുണ്ട്. ഒരു പണി പറഞ്ഞാൽ അത് ചെയ്യാതെ ഒരു കൂട്ടം പഞ്ചായത്തിന് നിന്നു. നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയേണ്ട വിഷയം എന്താ അറിയോ? ഇവരെല്ലാവരും തന്നെ ആർഭാടപൂർണവും അതിന്റെ ഭാഗമായവരാവുന്ന ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ എല്ലാത്തോടുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരുപടി പരാതികൾ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾക്ക് ഉന്നയിച്ചു എന്ന് ഈ സ്ത്രീകൾ പറയുന്ന സംഭവമാണ്. ആളുകളൊക്കെ വഴിയിലല്ലേ രാവിലെ വെളിക്കിറങ്ങാതിരിക്കാം എന്നും അത് തന്നെ കണകാണിച്ച കഷ്ടാണേ. ഇവരെക്കകത്ത് അവരെഴുതി വെച്ചിട്ട് സംഭവം എന്താ പറയുക? മരിക്കുമ്പോ അയാളുടെ ഉച്ചത്ത് എന്താണെന്നറിയോ നിങ്ങള്? അങ്ങോട്ട് കൂടി അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. ജോസിന് ഇച്ചിരി കാറ്റുകൊള്ളട്ടെ. അദ്ദേഹം ധരിക്കാറുണ്ട്, പുറത്തു പോകുമ്പോൾ ധരിക്കാറുണ്ടായിരിക്കുന്ന ഒരു കോട്ട്, ഒരു പാന്റ്, ഒരു ബാഗ്. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന്. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്, ആ നശിപ്പിച്ചതിന് അമരക്കാരനാരാണ്? അമരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? മിസ്റ്റർ മക്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഉണ്ടോ? ഇപ്പൊ രാഷ്ട്രീയത്തിൽ അങ്ങനൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ മാറിയും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇത് ചതി, ഇത് ഡീലിനാണ് പറ്റിയത്. ഡീലില്ലെങ്കിൽ ഒരു കുഴപ്പം. കാരണം പട്ടാഴിയിൽ ഉദാഹരണമായി പറയുന്നത്, പട്ടാഴിയിൽ മത്സരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി അരുണിന് കിട്ടിയത് 2500 വോട്ടാണ്. അദ്ദേഹം പരാജയപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. എന്റെ തലയിൽ സംഗതി ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നീ ഒരു മനുഷ്യനല്ല, പാഠപുസ്തകം. വലിയ വൻ വിജയമാണ് UDFന്. ബക്കറ്റ് എടുക്കേണ്ടി വരും. കക്കുസിപ്പോവാനോ? പെരുവിന് എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. ഈ അത്ഭുതങ്ങൾ സാധിച്ചെടുത്തത് ആരാണെന്ന് അറിയാമോ? ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി. Let's go.